പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വൈസ് ഡാഡി എപ്പിസോഡ് 7 നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എടുക്കാത്തൊരു സീൻ ഉണ്ടായിരുന്നു. നമ്മളെ വയസ്സിൻ്റെ ലേറ്റർ വയസ്സ് വേറെ ഇതിലാക്കിയപ്പോൾ അവൻ്റെ അൺബ്രേക്കബിൾ പോയിട്ടുണ്ടായിരുന്നു. അവൻ ഈ ഒരു സ്ലോട്ടിലിട്ടാക്കിയപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അവനോട് പറഞ്ഞ ഒരു അൺബ്രേക്കബിൾ 3 ബുക്കും അതേപോലെ തന്നെ ഒരു സ്റ്റാക്ക് ഈ ഒരു പോൺമില്ലും തന്നിട്ടുണ്ട്. നമുക്ക് തരാം, ശരിക്ക് 4 ഡയമണ്ട് വേണം. അപ്പോൾ 4 ഡയമണ്ട് തന്നിട്ടുണ്ട്. പക്ഷേ അൺബ്രേക്കബിൾ 3യും അതേപോലെ ഞാൻ അൺബ്രേക്കബിൾ 3 കൊടുത്തില്ല. അവന് ഞാൻ ഒരു ബോൺമില്ല് കൊടുത്തിട്ട് നേരെ ഇതിൻ്റെ മേലെ കയറി നിന്നിട്ടുണ്ട്. വയസ്, ഹലോ, എവിടെ? നീ ഇതിൻ്റെ മേലെ കയറുകയാണെങ്കിൽ ഞാൻ അൺബ്രേക്കബിൾ 3 നിനക്ക് തരും. അയ്യോ ഗൈസ്, വയസ്സ് പിന്നെയും ചത്ത് ഗൈസ്. ഇവിടെ നമ്മള് ഓട്ടോട്ടി വയസ്സ് മച്ചാൻ്റെ സാധനങ്ങളൊക്കെ അതാടെ വെച്ചിനാ. ഞാൻ ഇതിൻ്റെ മെലഡീൻ്റെ മേലെ എത്തിയിട്ടുണ്ടെങ്കിൽ അൺബ്രേക്കബിൾ 3 ആണ്ട് തരും. പക്ഷെ ഞാൻ അതിനോട് വീട് ഫസ്റ്റ് അത് നിൽക്കാറുണ്ട്. ഇവിടെ മേലെ എത്തിയിട്ടുണ്ട്, അൺബ്രേക്കബിൾ 3 ആക്കി ഞാൻ തരും. നീ എവിടെ നീ ഇതിൻ്റെ മേലത്തെ ഉറപ്പായി ഞാൻ തരും അൺബ്രേക്കബിൾ 3. ഓക്കെ, നീ എവിടെ? നമ്മൾ അതിൻ്റെ മേലെന്ന് വീണ് നമ്മളതിൻ്റെ മേലെന്ന് വീണിട്ടുണ്ടായിരുന്നു. വീണ് ചത്തില്ല, കുറച്ച് ലൈഫ് പോയിട്ടുള്ളൂ. ഞാൻ പ്രൊട്ടക്ഷൻ 4ൻ്റെ ഒരു ഇതാണ്. പിന്നെ ഗൈസ് നമ്മളെ വൈഎസിൻ്റെ മറ്റേ ആ സാധനം ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ടെന്ന് പറഞ്ഞതാ. സ്പൈ ഗ്ലാസ് ഞാൻ തപ്പി കിടന്നു. ഇത് വൈഎസ് ഇതിലേക്ക് ഇട്ടെന്ന് പറഞ്ഞ്. കാരണം ഇതുണ്ട്, നമുക്ക് മേലെ നിന്ന് സൂം ചെയ്തിട്ട് നമ്മളെ വൈഎസിനെ നോക്കാം. നമുക്ക് ഫസ്റ്റ് ആയിട്ട് അവിടെ പോയി എത്തുമോ നോക്കാം. അവിടെ അതിൻ്റെ മേലെ കയറാൻ കഴിയാൻ നോക്കാം നമുക്ക്. ഹലോ വൈഎസ്, എവിടെ? പോയി ഇതിൻ്റെ മേലെ എത്തിൻ്റെയിൽ ഞാൻ എനക്ക് അൺബ്രേക്കബിൾ 3 തരും. എന്ത് റോക്കറ്റിൻ്റെ ഫാം എടുത്തിന് ഈ 5 ഉള്ളൂ. ഞാൻ അപ്പോൾ ഡിയിലെത്തി. ഡി ആണ് എളുപ്പം. ഡി അല്ല, 6 ഡി 6 ഇതല്ലേ? ZRD ഇതാറില്ല, 6 പൈസ നമ്മൾ 6ൻ്റെ മേലെ തന്നെ ഉണ്ട്. അവിടേക്ക് എത്തണം. അത് 2 ചാട്ടം ചാടി അവിടെ എത്തും. അവിടെ എത്തിൻ്റെ അൺബ്രേക്കബിൾ 3 കൊടുക്കും. നമ്മൾ കൊടുത്തിരിക്കുകയാണ് 4 ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അതിനുണ്ട് തിന്നാണ് അത് ചെയ്യാൻ കഴിയില്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ലൈറ്ററിൻ്റെ പവർ പോയിക്കാൽ ഇതിനെ വെറുതെ പോകാൻ കണ്ട. പിന്നെ ഗൈസ് നമ്മളെ വൈഎസിൻ്റെ ഈ ഒരു ബിൽഡ് ഇതിൻ്റെ അണ്ടർ വാട്ടർ ഹൗസ് ഇതിൻ്റെ പണി തീർത്തിട്ടുണ്ട് ഗൈസ്. 1 day 5 gold 10 day. അത് നീ ചെയ്തോ. അപ്പോൾ ഇതാണ് നമ്മളെ വയസ്സിൻ്റെ ഒരു അണ്ടർ വാട്ടർ ഹൗസ്. 1 day 5 ഗോളും അതേപോലെ തന്നെ 10 day 5 അയണും അല്ലേ, 5 അയണ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ താമസിക്കാനുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ നേരെ ഇങ്ങോട്ട് വരുമ്പം സ്റ്റോൺ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ആക്കിയിട്ട് പിന്നെ ഇവിടെ ഒരു ഫിഷിംഗ് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഫിഷിംഗ് റോഡ് എടുത്തിട്ട് ഇവിടെ എഴുതിച്ചിട്ടില്ലേ, ശ്രദ്ധിച്ചില്ല. ഫിഷിംഗ് ഏരിയ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലൂടെ ഇങ്ങനെ മേലോട്ട് നേരെ പറന്ന് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ട്രാപ്പ് ഡോർ കാണും. ഓപ്പൺ ചെയ്തിട്ട് ബഗ് ഡ്രോക്ക് അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരെ ഇവിടെ എത്തിൻ്റെ ഗൈസ് നമുക്ക് ഫിഷ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഒരു എൻ്റർടൈൻ ആണ്. എൻ്റർടൈമോ? സോ ഗൈസ്, നമ്മൾ ഇതിൽ കിട്ടിയ കീത്തനെ വെച്ചിട്ടുണ്ട്. വീട് കുഴപ്പമില്ല, അടിപൊളി അണ്ടർ വാട്ടർ ഹൗസ് കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഐസിൻ്റെ ഒരു അടിപൊളി. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ പൂള് ഏരിയ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടില്ല, അവിടെ തന്നെ അതേമാതിരി തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇതേമാതിരിത്തെ ഒരു സാധനങ്ങളൊക്കെ അവിടെ വേണം. അപ്പോൾ ഇത്ര ഐറ്റം ഫ്രെയിം IF ഉണ്ടോ, പിന്നെ ഒരു ഷൈൻ ബോർഡ്, ഒരു 5 ഈ സാധനം, പിന്നെ ഒരു ലൈറ്റ് ലാൻഡേണും ഒരു സോ നമുക്ക് ഏതായാലും വീട്ടിൽ പോയി ആക്കി ക്രാഫ്റ്റ് ചെയ്ത് വരാം. നമ്മളെ വീട് ഇങ്ങനെ കാണാൻ ഉസാറില്ലല്ലോ. പുല്ലുകൾ വാടിപ്പടർന്ന് വളരട്ടെ. പുല്ലങ്ങനെ വളരുമ്പോൾ അല്ലേ ഇത് കുറച്ചും കൂടി ഭംഗി. നമുക്ക് ഇതൊക്കെ ഒന്ന് കുറച്ച് പുല്ല് വളർത്തിയിട്ട് തീർക്കാം. എന്താ രസം അവിടെയും ഇങ്ങനത്തെ ഫുള്ള് പുല്ലിനോട് ചുറ്റാക്കണം. ഇങ്ങനെ പ്ലെയിൻ ഏരിയ ഉണ്ടാവും. കേശവനോടൊക്കെ അത്യാവശ്യം പുല്ല് കാര്യങ്ങളൊക്കെ നിറച്ചിട്ടുണ്ട്. ഒരു കാട് പിടിച്ച ഏരിയ മാതിരി. ബാക്കിയൊന്നത് തീർത്തതാണ്. അപ്പോൾ നമുക്ക് വേണ്ടി സാധനങ്ങൾ വരുന്നെടുക്കാം. ഈ ടെസ്റ്റ് തുടങ്ങിയിട്ട് നമുക്ക് കുറച്ച് ട്രീ എടുക്കാം. കുറച്ച് മരത്തിൻ്റെ ലോഗോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വുഡാക്കിയതിന് ശേഷം ഫെൻസ് 3+3 6 ഫെൻസ് ഉണ്ടാക്കാം. ബാക്കി വരുന്ന ഐറ്റംസ് ആ സൈൻ ബോർഡിൻ്റെ അടുത്തുണ്ട്. 19 ഇതിൽ വെക്കാം, ഇത് ഇവിടേക്ക് വെക്കാം, 4 ഇതിലേക്ക് വെക്കാം. ഒരു 6 ഫെൻസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ തന്നെ ഐറ്റംസ് കാര്യങ്ങളുണ്ടായത് തന്നെ സീനില്ല. ഇതാ ഐറ്റം എന്തോ റെഡി ആയിട്ടുണ്ട്. IF അതില്ല, കുഞ്ഞു പോകണം. പോകേണ്ട കാര്യത്തില്ല. അതാ 4 ഉണ്ട്. പിന്നെ നമുക്ക് ബ്ലേസ് എവിടെ? അതില്ല ഗൈസ്, ഇല്ല. ലാൻഡാണ് 22. ഇത് ഒന്നും എടുക്കാം. പിന്നെ നമുക്ക് ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് നമ്മുടെ ഫസ്റ്റ് ഹൗസ് കയറിയിട്ട് ഫസ്റ്റ് ഹൗസിൽ നിന്ന് നമുക്ക് ഇതെടുക്കാം. നമ്മുടെ ബ്ലേസ് എടുത്തതിന് ശേഷം നമുക്കിത് മറ്റേ കണ്ടാക്കാം. IF അതിൻ്റെ പേര് നമുക്ക് IF ആക്കാം. അതിൻ്റെ അടുത്ത് ഇതുണ്ട്, ബ്ലേസ് റോഡ് ഉണ്ട്. ബ്ലേസ് റോഡ് ഇതിൻ്റെ അടുത്തൊരു 2 4 ബ്ലേസ് ആക്കിയിട്ട് ബ്ലേസ് റോഡ് വെച്ചിട്ട് 4 IF ഞാൻ പറഞ്ഞില്ല, IF എടുക്കാം. സോ നമ്മുടെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ വയസ്സിൻ്റെ ഒരു പുതിയൊരു ബിൽഡിലേക്ക് പോവാം. അണ്ടർ വാട്ടർ ഹൗസ്. അവിടെ പോയിട്ട് ഇത് കൊണ്ട് അവിടെ വെക്കാം. ഓക്കെ വയസ്, നീ എവിടെ ഉള്ളത്? സോ പിന്നെ ഞാൻ പറയാനുള്ളത് ഇതാണ് ഗയ്സ്, നമ്മുടെ ലാസ്റ്റത്തെ ഒരു വീഡിയോ. നമ്മൾ ഇനി ഏകദേശം 1 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം വീഡിയോ ഇടുന്നത്. ചിലപ്പോൾ നേരത്തെ ഇടും കേട്ടോ, പറയാൻ പറ്റൂല. അത് ശരി, ഇവിടെയും വെക്കണമല്ലേ ക്ലാസ്സിൻ്റെ അത് കുറച്ചും കൂടെ. പിന്നെ കാഴ്ച ഇത് വെക്കാം. ഓക്കെ, നമുക്കിതാ ഇവിടെ 2 ഒന്നുള്ളെങ്കിൽ എൻ്റെ XP ഫാം യൂസ് ചെയ്തോ. സോ നമുക്ക് ഏതായാലും ഇതെടുത്തിട്ട് നേരെ ഇതിൻ്റെ മേലേക്ക് ചാടാം. ചാടാൻ കഴിയല്ലോ. എന്താണ് ഇത്? വാ, എന്താ കളി? ഇതിൻ്റെ മേലേക്ക് ചാടാൻ കഴിയില്ല.
കഴിയത്തില്ല. മനസ്സിലായി. ഇതാണ് കുറച്ചുകൂടി റിസ്ക് ഉള്ളത്. ഓക്കെ, അത് എളുപ്പമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് റെഡിയാക്കാം. ലാൻഡ് എടുക്ക്, ഇവിടെ വെക്കാം. പിന്നൊരു സൈൻ ബോർഡ്, പേര് YS അണ്ടർ വാട്ടർ ഹൗസ്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് ഇത് വെക്കാം. അതിനുശേഷം ഈ ഒരു സാധനം ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് കൊടുക്കാം. ഇത്ര മതിയൊക്കെ. നമ്മൾ ISൻ്റെ ഈ ഒരു സാധനം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐറ്റം ഫ്രെയിം എടുത്തതിന് ശേഷം ഇവിടെ വെക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ ഏതായാലും ഈ ഒരു ചാനലിൽ ഈ ഒരു YZRൻ്റെ വീഡിയോ വരൽ കുറവായിരിക്കും. മാക്സിമം ഇടാണ്ട് നോക്കാം. പറഞ്ഞിട്ടില്ല ഗൈസ്, ഏതായാലും കുറേ കഴിയുന്നു വീഡിയോടെ. അത് നേരത്തെ ഇട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തെ ഇടും. ബട്ട് നോക്കും ഗൈസ്, ഇത് ഞാൻ എടുത്തിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ അണ്ടർ വാട്ടർ ഹൗസിൽ നമുക്ക് ഒരിതെടുക്കാം. എന്നിട്ട് ഗൈസ് നമുക്കിതാ അവിടെ കൊണ്ടിട്ട് എനിക്കിത് പ്രാന്തടിയാണ് കേട്ടോ ഗൈസ് മൊബൈലിന്. നീ എനിക്ക് കുറച്ച് ഫെൻസും IO ഫെൻഡർ ഉണ്ടാക്കി വരുമോ? വേണ്ട. സോ നമ്മൾ ഏതായാലും അത് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് കാണിക്കാം. പിന്നെ കഴിച്ച് നമ്മളിതാ ഇതിൻ്റെതാ RT Pro ഗ്ലാസ് ഷോപ്പിൽ നിന്നൊക്കെ ആക്കിയിട്ട് നമ്മൾ ഐഫണ്ടൊക്കെ ക്രാഫ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഐറ്റംസ് നമ്മളെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഫെൻസും IO ഫെൻഡർ ആയിരുന്നു നമ്മളില്ലാത്തത്. ഇത് രണ്ടിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി YS അല്ല, YS എന്തോ ഒരു ആനിമലിൻ്റെ ഫാമാണ് എന്തോ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് എന്താ ഫസ്റ്റ് ഫ്ലോറാ? അപ്പൊ ഏറ്റവും മേലത്തെ ഏതാ? നമുക്കിത് മിസ്റ്റേക്ക് പറ്റിയാണ്. സെക്കൻഡ് ഫ്ലോർ. ഓക്കെ, പരിപാടി ഇത്രയല്ലേ ഉള്ളൂ. ഇതിന് ആവശ്യമില്ല. SYS മെയിൻ ആയത്. ഓക്കെ, ഇതാണ് നമ്മളത് കുട്ടികൾക്ക് നിങ്ങൾ കാണിച്ചതാണ്. കുട്ടികൾക്ക് മറ്റേത് വലിയവർക്ക് കുടിക്കാൻ പറ്റിയ. ഇവിടെ കുട്ടികൾക്ക് നീന്ത് ഫിഷ് ഇട്ടാൽ കിട്ടുന്നില്ല. പൂളല്ലടോ, മീന് വേണ്ടേ? എനിക്ക് ഒന്നും വലിയ പരിപാടിയൊന്നുമില്ല. നമുക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അണ്ടർ വാട്ടർ ഹൗസ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു കാണിച്ചു തരാൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. പിന്നെ നമുക്കിന്ന് കുറച്ചൊരു ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റാണ് കേസുന്നത്. യെസ്, അല്ലോ റിസോഴ്സസ് വയസ് എന്നിട്ട് ഓട്ടം ഉണ്ടോ? വേണേ മേടിച്ചു. അത്യാവശ്യമാണ് ഓട്ടമൊക്കെ അല്ലേ? ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചവറ പെട്ടിയായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കും. ചവറ ഉദ്ദേശിച്ച് നമുക്ക് ഇപ്പോൾ യൂസ് ആവശ്യമില്ലാത്ത സാധനം, ഇപ്പോൾ യൂസ് വേണ്ട. ഇതിൻ്റെ യൂസ് ഇല്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് ചവറായിട്ട് നമ്മൾ അവിടേക്ക് വിടും. നമുക്ക് പിന്നെ ആവശ്യമുള്ളതൊന്നും നമ്മൾ കൈമാറ്റില്ല. പിന്നെ ആവശ്യമില്ലാത്തൊരു ഡയമണ്ട് ഉണ്ട്. എന്താ ചെയ്യേ, റിച്ചായി പോയില്ലേ. എനിക്ക് ഡയമണ്ട് വേണോ? എൻ്റെ കുറേ വെറുതെ നെതറൈറ്റ് വേണം നിനക്ക്. നമുക്ക് ഏതായാലും നമ്മൾ ഏതായാലും കഴിഞ്ഞ ദിവസം ISന് സർപ്രൈസ് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇപ്പം കൊടുക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നെതറൈറ്റ് ആക്കണോ അതോ ആക്കണ്ടേ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളതായിട്ട് കമൻറ്റ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക, നെതറൈറ്റ് ആക്കണോ വേണ്ടേന്ന്. കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് തന്നെ ഞാൻ കൊണ്ട് കൊടുക്കും ഗൈസ്.
നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഹലോ യെസ് നീ ഒന്നും ഇങ്ങോട്ട് വാ. ഇതിനാന്ന് വെച്ചാൽ പറഞ്ഞുതരാം. എന്നിട്ട് സ്മെൽറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ട്? സ്മെൽറ്റ് ചെയ്യാൻ ബൂളോ? സ്മെൽറ്റ് ചെയ്യാൻ അങ്ങനല്ല ഉദ്ദേശിച്ചേ. ഇപ്പോ നിനക്ക് നീല്ലേ നമുക്ക് വേറെ നീ അവിടെ നിന്റെ ബാക്കിൽ വാ. എന്നാ ഈ സ്റ്റോണില്ലേ ഒന്ന് സ്മൂത്ത് സ്റ്റോൺ ആക്കിത്താ. നമ്മളെ സ്പോൺ ഏരിയ ഉള്ള ഫർണസിൽ വെച്ചൊന്ന് ആക്കിത്താ. സ്പോൺ ഏരിയ അല്ല ഫർണസോ, സ്പോൺ ഏരിയ. ഫസ്റ്റ് ഹൗസ് അല്ല, സ്പോൺ ഏരിയ. So guys, the time's ready to അത് സ്പോൺ ഏരിയയിലൊക്കെ അത് തന്നെ ഉണ്ട്. Guys, it's time to അവിടെ സർപ്രൈസ്. സോ ഗൈസ്, നമ്മളേതായാലും അവന് കൊടുക്കുന്നു പറഞ്ഞ ബൂട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മള് അതിന്റെ പവർ നോക്ക് നീ. ഏകദേശം നമ്മളേതായാലും നിങ്ങൾ ഗൈസ് ഞങ്ങൾ പറഞ്ഞ മാതിരി തന്നെ കൊടുത്തിട്ടുണ്ട്. ചെക്കൻ്റെ സന്തോഷം. റോക്കറ്റ് ഒന്നും വിടില്ലേ? അതന്നെ റോക്കറ്റ് ഒന്നും വിടില്ലേ ഗൈസ്? വയസ്സ് സന്തോഷം കൊണ്ട്. സോ ഗൈസ്, അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഏതായാലും വയസ്സിന് കൊടുക്കാമെന്ന് വിചാരിച്ചതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഏതായാലും ഈ ഒരു സ്മൂത്ത് സ്റ്റോൺ എവിടെ വെക്കുക? കയറിപ്പോണെടുത്ത് അവിടെ തന്നെ വെക്കാം. സോ നമുക്കിത് അവിടെ തന്നെ ഇപ്പോൾ വീഡിയോ അതിൻ്റെ നമ്മൾ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് കാണിച്ചു തരാൻ. വെറുതെ എടുത്തൊരു എപ്പിസോഡ് 7 ആയിരുന്നു. 7 വലിയ നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നിട്ടില്ല, ഫെയിലായി. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇതും വിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇപ്പം അവിടെ നിന്നൊരു വയസ്സിൻ്റെ സ്കെൽട്ടൺ ഫാം വർക്കാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇപ്പം നമ്മളങ്ങനെ വീഡിയോ ഇനി വരുന്നത് ഉണ്ടാവത്തില്ല. അപ്പം നിങ്ങളെന്തായാലും കാത്തിരിക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഇപ്പം നാട്ടിൽ പോകണമൊക്കെ തിരക്കാണ്. ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ 2 മാസം നാട്ടിൽ എന്തായാലും പി സിത്തെ ഒരു അടിപൊളി വേൾഡുമായിട്ട് വരുന്നത്. എൻ്റെ ഒരു പി സിത്തെ സിംഗിൾ പ്ലെയർ വേൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ സിംഗിൾ പ്ലെയർ വരുന്നത്. അതേപോലെ തന്നെ വയസ്സിൻ്റെ കൂടെ ചിലപ്പം 1.16 വയസ്സിൻ്റെ കൂടെ വരും. കാരണം വയസ്സിൻ്റെ പി സി ലേശം സ്പെക്ക് കുറവാണ്. നമ്മൾ ചിലപ്പം 1.16 വയസ്സിൻ്റെ കൂടെ സെർവറിൽ വരും. അല്ലെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ സിംഗിൾ പ്ലെയറിൽ പി സിയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മൊത്തങ്ങൾ കമൻറ്റ് ചെയ്യണ്ട ഗൈസ്. നമ്മളെ അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നതിനുള്ള അഭിപ്രായങ്ങളൊക്കെ. പിന്നെ ഈ ഒരു വൈജഡാഡിങ് തുടരണോ അതോ ഇപ്പോൾ തന്നെ ഈ ഒരു വൈജഡാഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ കഴിഞ്ഞിട്ട് കളിച്ചാൽ മതി? നാട്ടിൽ പോയിട്ട് നമ്മളെ പി സിയിൽ കാര്യങ്ങളൊക്കെ കളിക്കുന്നത് നിങ്ങൾക്ക് ആ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. അല്ല, അതിൽ ഞാൻ കളിക്കുമ്പോൾ നിങ്ങൾ നല്ല സപ്പോർട്ട് വേണം. അടുത്തായിട്ട് എന്താ ഉണ്ടാക്കേണ്ടത് അതൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നതായിരിക്കും. ഫുൾ പവറിൽ വരും. അപ്പം ഒരിക്കൽ കൂടിയും ഈ ഒരു വീഡിയോ അതിൻ്റെ ഇപ്പോൾ ചെയ്യാണ്. ഇത്രയും നേരം കണ്ടതിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. Drunk and tipsy in the shop, Kal and curry on the house, vibing with the nut, pump tripping on a good part.